അല്ല ഇതാര്? എപ്പോ വന്നു? എന്നെ ഇനി എവിടേക്കും പറഞ്ഞയക്കരുതേ മോളെ. എന്തു പറ്റി? കഴുത്തിൽ തൊടലിട്ടിരുന്നില്ലെന്നേ ഉള്ളൂ. സ്വന്തം എന്ന പഞ്ചാര വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത് വീട്ടുകാവലിനാണ്. അവളും നായരും കറങ്ങി നടക്കുമ്പോ ബാല്യക്കാരുടെ കളവിനെ പേടിക്കണ്ടല്ലോ. ഊണും ഉറക്കവും ഒക്കെ ബാല്യക്കാരുടെ കൂടെ. അപ്പച്ചി ഇന്ന് പേരും. കുറെ സഹിച്ചു. പൊറുതി മുട്ടിയപ്പം ഒരക്ഷരം മിണ്ടാണ്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഞാൻ എവിടെയും പോവില്ല. ഇനി കണ്ണടയോളെ ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ മോളെ. എവിടേക്കും പോണ്ട, അമ്മയുടെ വീടല്ലേ ഇത്. ഇവിടെ വിട്ട് എവിടേക്കും പോണ്ട. വരും. മരുമകള് വന്ന് ഇറക്കിക്കൊണ്ടോന്ന് നോക്കി നിന്നപ്പോ അസൂയായിരുന്നു. അവകാശപ്പെടാൻ നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരാള്. ആര് വിളിച്ചുകൊണ്ട് പോയാലും നമ്മുടെ ഗതി ഇതൊക്കെ തന്നെയാ കൂട്ടരെ. സരസ്വതി അമ്മ വന്നത് ഏതായാലും നന്നായി. ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് നേരാ. ഒഴിഞ്ഞു കിടക്കണ കട്ടില് കാണുമ്പോ കൽബിൽ ഒരു പെടച്ചിലായിരുന്നു. കൂട്ടു പിരിയുമ്പോഴേ നമ്മളൊക്കെ അന്യോന്യം എത്രമാത്രം കെട്ടുപടഞ്ഞ് കിടക്കണമെന്ന് മനസ്സിലാവുള്ളൂ. വരും. യാത്ര പുറപ്പെടും മുമ്പേ ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ട്. നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു, പക്ഷെ എല്ലാവരുടെയും സജീവ സാന്നിധ്യത്തിലാവാമെന്ന് കരുതി. ഓ, ഈ അച്ചടി ഭാഷ ഒരു വഴിക്ക് ഇറങ്ങാൻ നേരത്തെങ്കിലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചൂടെ? ഒരു കാര്യം പ്രസ്താവിക്കാൻ ഒരുങ്ങുമ്പോൾ ഇടയിൽ കയറി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല, അത് ന്യായമല്ല. അതത്ര കാര്യമാക്കണ്ട, പിഷാരടി ചോദിച്ചോളൂ. വിവാഹാനന്തരം താങ്കൾ ജോലി സ്ഥലത്തേക്ക് തിരികെ ഗമിക്കുമ്പോൾ ശ്രീമതിയെ ഞങ്ങളിൽ നിന്നും അടർത്തി കൂടെ കൊണ്ടുപോകുമോ? അതറിയാനുള്ള ആകാംക്ഷ അടക്കാനാവുന്നില്ല. പടച്ചോനെ, അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം. ആലീസ് കുഞ്ഞു പോയാൽ പിന്നെ പോകാണ്ടെങ്ങനെയാ? പോയാ പിന്നെ നമുക്കാരാ? അല്ല, ഞാൻ നോക്കൂ, നമുക്കതിന് അതോർത്തുള്ള അങ്കലാപ്പ് തൽക്കാലം വേണ്ട. ഇവിടെ നിന്ന് ചെന്നാൽ പോസ്റ്റിംഗ് ഏതെങ്കിലും ബോർഡർ ഏരിയയിലായിരിക്കും. 2 കൊല്ലത്തേക്കെങ്കിലും ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ ഒരു 2 മാസം ലീവ് തീരുന്നവരെ കൂടെ കഴിയാൻ എന്നെ അനുവദിച്ചാൽ മതി. ഹണിമൂണൊക്കെ ഞാൻ ഇവിടെ തന്നെ ആവശ്യിച്ചോളാം. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ശ്രീമതിയെ അവളുടെ അച്ഛനമ്മമാരായ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അടുത്ത ലീവ് വരെ ഒരു വിരഹഗാനം പാടി കഴിഞ്ഞോളാം. പോരെ? ശരി, സമയമായി. ഞാൻ പുറപ്പെടട്ടെ. അലിസ്, ഞാൻ എന്താ? പോയി വരാൻ പറ്റും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഓക്കെ, സീ യു. ഗുഡ് ബൈ. കരിമാടിക്കൂട്ടൻ. തോമസ് കുട്ടിയുടെ കത്ത് വന്നില്ലേ സ്റ്റീഫ? അതെന്താ വരാത്തെ? ആന്നോ? എന്റെ മോന്റെ കത്ത് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ ആന്ന്? ഒന്നെങ്കിൽ വരുന്ന കത്ത് നീ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റ്മാൻ മനഃപൂർവ്വം കൊണ്ട് തരാത്തതാ. ഇയാൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിലല്ലേ? തള്ള ഒരു വക കണാവുണ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ആലീസ് വരുത്തി വെക്കുന്ന ഓരോ വില നോക്കണേ. ഓരോരുത്തരുടെ വട്ടിന് കൂട്ട് നിന്ന് 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 കൊല്ല മറ്റോർക്കാം. നിങ്ങളുടെ മോൻ ചത്തു. എന്ത്? 2 കൊല്ലം മുമ്പ് പഞ്ചാബിൽ എങ്ങാണ്ട് കിടന്ന് വെടികൊണ്ട് ചത്തു. ചത്തവൻ എങ്ങനെ കത്തെഴുതും? തൊയിരം കിടത്താണ്ട് അവിടെങ്ങാനും പോയി കിടക്കത്തള്ളേ. എന്താണോ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? എന്റെ തോമസ് കുട്ടി മരിച്ചെന്നോ? എടാ, നിന്നെ എന്റെ മോനെ കൊല്ലാൻ നിനക്ക് ധൃതിയായി അല്ലേടാ? നിന്നെ നീ എന്താടാ പറഞ്ഞത്? എന്റെ തോമസ് കുട്ടി മരിച്ചെന്നോ? ഇവൻ ഈ ദുഷ്ടം പറഞ്ഞത് കേട്ടോ നിങ്ങൾ? എന്റെ തോമസ് കുട്ടി മരിച്ചു എന്ന്. ഇനി ഒരിക്കലും അവന്റെ കത്ത് വരില്ല എന്ന്. മിസ് ആലീസ്, ഇവർക്ക് ഭ്രാന്താണ്. സോറി മിസ് ആലീസ്, അല്ലാണ്ട് ശല്യപ്പെടുത്തിയപ്പോ അറിയാണ്ട് സത്യം പറഞ്ഞു പോയതാ. ഏത് സത്യം? എന്താ സത്യം? നിങ്ങൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പറയൂ.
എന്റെ തോമസ് കുട്ടി ജീവിച്ചിരിപ്പില്ലേ? അവന്റെ കത്തിനി വരില്ലേ? സത്യം ഇവൻ പറഞ്ഞത് നുണയല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ, എന്റെ തോമസ് കുട്ടി ജീവിച്ചിരിപ്പില്ലേ? ഈശ്വരന്റെ ഹിതത്തെ തിരുത്തി എഴുതുവാൻ അല്പപ്രാണികളായ നമ്മളെ കൊണ്ടാകുമോ മറിയാമ്മേ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് വിശ്വസിക്കില്ല. മോളെങ്കിലും പറ, ഇത് നുണയാണെന്നൊരു വാക്ക് മോളെങ്കിലും പറ. ഞാൻ മോളെ കാലം പിടിക്കാം മോളെ. മോനല്ലേ മരിച്ചുള്ളൂ, മോളായി ഞാനില്ലേ? അത് പോരെ അമ്മച്ചിക്ക്? എന്റെ മോനെ തോമസ് കുട്ടി, തോമസ് കുട്ടി. നമ്മുടെ മറിയാമിക്ക് എന്താണെന്ന് അറിയില്ല. എത്ര വിളിച്ചിട്ട് ഓള് കണ്ണു തുറക്കണില്ല. മോളൊന്ന് വന്ന് നോക്ക്. എന്ത്? നമ്മുടെ മറിയമ്മ. പഠിച്ചോനി, മറിയാമ്മേ. നമ്മുടെ മറിയാമ്മ പോയി, നമ്മളെ വിട്ടുപോയി. മറിയാമ്മേ, ആലീസ്, പോയവരാരും ഒരിക്കലും തിരിച്ചു വരാറില്ലല്ലോ. നമ്മൾ എത്ര ദുഃഖിച്ചാലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ചുമതലപ്പെട്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ തളർന്നിരുന്നാല്? സോറി സർ. മറിയാമ്മ കൂടി ചേർന്ന് നമ്മളെടുത്ത ഒരു തീരുമാനമുണ്ട്. ആലീസിന്റെ കല്യാണം ആഘോഷമായി നടത്തണമെന്ന്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി. അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ തളർന്ന് ദുഃഖിച്ചിരുന്നാൽ മരിച്ചുപോയ അവരുടെ ആത്മാവ് ദുഃഖിക്കുമോ സന്തോഷിക്കുമോ? നമുക്കൊരുപാട് ഒരുങ്ങാനും ഒരുക്കാനും ഉണ്ട്. വരൂ, എഴുന്നേൽക്കൂ.